ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മളെല്ലാവരും തന്നെ ഫുഡ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയൊത്ത് യാത്ര ചെയ്യാറുണ്ട്, ടൂറ് പോകാറുണ്ട്, ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ വാങ്ങി കൂട്ടാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ പാഴ്ചെലവുകൾ വരെ നടത്താറുണ്ട് അല്ലേ? ഒരു അടിച്ചുപൊളി എന്ന രീതിയിൽ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ എന്ന രീതിയിലാണ്. നമ്മൾ ഇതിൻ്റെ എല്ലാം റിട്ടേൺ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, നമ്മളതാ ചെലവാക്കുന്നു, അപ്പോഴത്തേക്ക് ഒരു സന്തോഷം കണ്ടെത്തുന്നു. പിന്നെ എന്തുകൊണ്ട് ഒരു ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ റിട്ടേണിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് വേണോ എന്നൊക്കെ ചിന്തിക്കുന്നു ആളുകൾ. കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. പക്ഷേ നമ്മളെല്ലാവരും തന്നെ ഒരു 90% ആളുകളും തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നതിന് ഏറ്റവും അവസാനം ആവശ്യമുള്ള കാര്യം എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിന് ഫുഡ്, വസ്ത്രം, മറ്റ് ചെലവുകൾ ഇതെല്ലാം കൊടുക്കാനുള്ളത് തന്നെയാണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അതിന് മാത്രം മാറ്റി വയ്ക്കുന്നു? അത് മാത്രം നമ്മൾ പിന്നീടാവട്ടെ എന്ന് വയ്ക്കുന്നു. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ പൈസ അല്ലെങ്കിൽ സേവിങ്സ് നമ്മൾ എക്സ്പെൻസ് ആക്കിക്കൊണ്ട് നമ്മൾ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ അത് തിരിച്ച് കിട്ടുമോ എന്ന് പോലും നോക്കാതെ, അല്ലെങ്കിൽ ഇത് ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും നോക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നാളേക്ക് വേണ്ടി കരുതി വെക്കേണ്ട ഒരു ലൈഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അത് തിരിച്ച് കിട്ടുമോ അല്ലെങ്കിൽ അത് പാഴാവുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണല്ലേ? നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ഓരോ ദിവസവും എത്രത്തോളം രൂപ വെറുതെ പാഴാക്കി കളയുന്നുണ്ടാവാം. നമ്മൾ ദിവസവും കഴിക്കുന്ന ഒരു ചായയുടെ പൈസ മാറ്റി വെച്ചാൽ പോലും നമുക്ക് ഒരു അത്യാവശ്യം ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പൈസ മാറ്റി വെച്ചുകൂടാ? നാളെ നമ്മളില്ലാതെ ആയാൽ നമ്മുടെ കുടുംബത്തിന് അതൊരു താങ്ങാവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചല്ലേ നമ്മൾ കൂടുതൽ ഗൗരവപരമായി ചിന്തിക്കേണ്ടത്. പല ആളുകളും ഉണ്ട്, നമ്മൾ വാഹനം വാങ്ങുന്നു, അതിന് ഇൻഷുറൻസ് എടുക്കുന്നു, വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ വില പിടിച്ച ഫോണുകൾ വാങ്ങുന്നു, അതിന് ഇൻഷുറൻസ് എടുക്കുന്നു, അതിന് കവർ വാങ്ങുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ സ്വന്തം ലൈഫിനെ ഇൻഷുർ ചെയ്യാൻ എല്ലാവരും മടിക്കുന്നു. അത് നാളെ നമ്മുടെ കുടുംബത്തിന് ഉതകേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമാണ് നമ്മൾ അവിടെ മാറ്റിവെക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക, തീർച്ചയായിട്ടും നമ്മളുടെ ഇൻകത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിന് കൈത്താങ്ങാകാൻ ലൈഫ് ഇൻഷുറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.